യെസ്, അങ്ങനെ ഫൈനലി ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന സിനിമ കണ്ടടേ. എന്തോന്നടെ എടുത്തു വെച്ചേക്കണത്. മലയാള സിനിമ കയറി 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 വരയാണല്ലേ. 30 കോടി ബഡ്ജറ്റ്, 31 കോടി ബഡ്ജറ്റുള്ള പടം. എന്തോന്ന് എടുത്തു വെച്ചേക്കണത്. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഇവിടെ ഒരു കുഞ്ഞു ബഡ്ജറ്റിൽ ചെയ്ത് വെച്ചേക്കണത്. എന്തോന്ന് പണി വെച്ചേക്കണത്. വേറെ ലെവൽ, അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ ലോക. ഒരു ഇംഗ്ലീഷ് പടം കണ്ടൊരു ഫീലാണ് ലോക. ഓക്കെ, ഇപ്പോൾ ഇനി തമിഴ് സിനിമയിൽ ഇനി എൽ സി യു എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും ഉണ്ട് ഇവിടെ ഒരു യൂണിവേഴ്സ്. നമുക്കും പറയാം അഭിമാനത്തോടെ, നമുക്കും ഇവിടെ ഒരു യൂണിവേഴ്സ് ഉണ്ട് മലയാളത്തിൽ. അമ്മാതിരി പടം. ഇതെന്താണ് ഇതിൻ്റെ കഥ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പോയി തന്നെ കാണണം. നല്ല കിടില എക്സ്പീരിയൻസ് ആണ്. കല്യാണി കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ്. പുള്ളിക്കാരി ഞാൻ ഫാനാക്കി കളഞ്ഞു. കല്യാണി അന്യായ പെർഫോമൻസ് ആയിരുന്നു. നസ്ലിൻ, ചന്തു, അരുൺ, അങ്ങനെ ഒരു കുറച്ച് പേരുണ്ട്. പിന്നെ ക്യാമിയോസ്, മോനെ 4 പേര് വരണുണ്ട്. ആരൊന്നൊന്നും പറയാനില്ല, നിർത്തി കത്തിച്ച് കളഞ്ഞു. എനിക്ക് പറയാനുള്ളത് നിർത്തി അങ്ങ് കത്തിച്ച്. പിന്നെ ആക്ഷൻ സീക്വൻസ് ആയാലും സിനിമോട്ടോഗ്രാഫി ആയാലും മ്യൂസിക്, ജാക്സ് ബിജോയ് എൻ്റെ പോനെ അങ്ങേരെ പൂന്ത് വിളയാടിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങ് ഇറക്കി വിടണ. സത്യം, ഞാൻ റിംഗ് ടൂണിന് അവസാനത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ റിംഗ് ടൂൺ വേണം. ഈ കട്ട വെയിറ്റിംഗ് ആണ്. ലാലേട്ടൻ ഒരു തീം കൊടുത്തില്ലേ, വേറൊരു മുതലിന് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല. ആ മുതലിൻ്റെ റിംഗ് ടൂണിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഹെവി എന്താ പറയണ, ഒരു എന്താണ് ഇത്. ഞാൻ ഞെട്ടിപ്പോയി. പടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്നു പോയി. എന്തോന്ന് എടുത്ത് വെച്ചേക്കണത് ഗൈസ്. അപ്പോൾ ഞാൻ പറയണത് ഇത് തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ സാൻഡി മാസ്റ്ററിൻ്റെ പെർഫോമൻസ് കൊള്ളാം, അത് ഞാൻ പറയാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പോലീസ് വേഷം, അത് പുള്ളിക്കാരൻ സാൻഡി മാസ്റ്റർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡൊമിനിക് അരുൺ, ഒരു വിസിൽ ഞാൻ കൊടുക്കും. എന്താണെന്നറിയോ, സൂപ്പർ വർക്ക്, അടിപൊളി, ഹെവി. കാത്തിരിക്കുകയാണ് ഇനി അടുത്ത ഒരു പാർട്ടിനായിട്ട്. അടുത്ത പാർട്ട് ഇറക്കണം. ഇനി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഈ ഒരു സിനിമ കൊണ്ട് നല്ല ഹൈപ്പ് കയറി. ഞാൻ അടുത്ത പാർട്ട് വരുമ്പോൾ അപ്പുറം ഹൈപ്പായിരിക്കും, ഉറപ്പാണ്. അണ്ണാ നിരാശപ്പെടുത്തരുത്, അറിഞ്ഞങ്ങ് പണിക്കോണം, അതാണ് ആഗ്രഹം. നല്ലൊരു എക്സ്പീരിയൻസ്. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ പറയാൻ പറ്റത്തില്ല. നിങ്ങളത് തിയേറ്ററിൽ തന്നെ കാണണം. റിയലി എൻജോയ് ദ മൂവി. പക്ഷെ ഒരു സങ്കടം, ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല എന്നുള്ളൂ. അന്ന് ലാലേട്ടൻ്റെ പടമായിരുന്നു. ലാലേട്ടൻ്റെ പടം കണ്ടിട്ടേ വേറെ ഏത് പടവും കാണുള്ളൂ. പക്ഷേ അന്ന് നൈറ്റ് ഈ സിനിമ ഫുള്ളായിരുന്നു. 7 മണിക്കുള്ള പൂർവ്വം കണ്ടിട്ട് അടുത്ത ഷോയ്ക്ക് കയറാൻ വിചാരിച്ചപ്പോൾ അത് ഫുള്ളായിപ്പോയി. പിന്നെ ഞാൻ സെക്കൻഡ് ഡേ നോക്കിയപ്പോൾ ബുക്കിംഗ് ഫുള്ളായി. പിന്നെ തേർഡ് ഡേ ഫുള്ളായി. ഇപ്പം 4ാമത്തെ ദിവസം, ഇന്നലെ ഞായറാഴ്ച നൈറ്റാണ് ടിക്കറ്റ് കിട്ടിയത്. എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ പടത്തിൻ്റെ റേഞ്ച് ഒന്ന് മനസ്സിലാക്ക്. അപ്പോൾ ലാലേട്ടനും കല്യാണിയും ഓണം അങ്ങ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹെവി പടം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പോയി കാണുക. TQ അണ്ണാ, 1000 നന്ദിയുണ്ട്. ഇതുപോലത്തെ ഒരു പടം തന്നതിന് 1000 നന്ദിയുണ്ട് അണ്ണാ. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഹാറ്റ്സ് ഓഫ്.